ഇനി മതിവരുവോളം കഴിക്കൂ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനമ്പള്ളി നഗർ, കാക്കനാട്, തോപ്പുംപടി. നമ്മൾ കൊച്ചിക്കാരുടെ നേതൃത്വത്തിൽ നടന്ന ലഹരി വിരുദ്ധ ദിനാചരണം KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ നമ്മൾ കൊച്ചിക്കാർ സംഘടിപ്പിച്ച 1,00,000 പേരുടെ ഒപ്പ് ശേഖരിച്ച് പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും നിവേദനം സമർപ്പിക്കുന്നതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം KJ മാക്സി MLA ഒപ്പിട്ടുകൊണ്ട് നിർവഹിച്ചു. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും മാരകമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് ഉപയോഗവും വിൽപ്പനയും ഒക്കെ തടയുന്നതിനുള്ള വിവിധമായ പ്രോഗ്രാമുകളാണ് ഓരോ പ്രദേശങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൊച്ചിക്കാർ സംഘടന ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് മയക്കുമരുന്നിൻ്റെ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിനും പരിധിയിൽ വരുന്നതാണ്. അത്തരം കാര്യങ്ങളിൽ ആവശ്യമായ ഇടങ്ങളുള്ളതെല്ലാം കർശനമായി തീരുമാനിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് പുതിയ ഇനങ്ങളിൽ നിന്ന് 1,00,000 ഒപ്പ് ശേഖരിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിനും മറ്റ് ജുഡീഷ്യറിക്കെല്ലാം അടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ മാരകമായി നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം സാഹചര്യത്തിൽ ഇതിപ്പോൾ നാം കണ്ടുവരുന്നത് ചെറുപ്പക്കാരിലാണ് ഉപയോഗമുള്ളത്. അതായത് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർ മാനസിക രോഗത്തിന് അടിമകളാകില്ല. നമ്മൾ കൊച്ചിക്കാർ ഫേസ്ബുക്ക് പേജിൽ മയക്കുമരുന്നിനെതിരെയുള്ള മീഡിയ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ഡെപ്യൂട്ടി മേയർ K. ആൻസിയ നിർവഹിച്ചു. TL ക്ലിറ്റസ്, കാവ്യ അന്തർജനം, ബുഷ്ര ബാബു, മൃദുല, ജോളി ടീച്ചർ, AB അംസക്കുട്ടി, H. സൈനുദ്ദീൻ, OA അനസ്, ഷബന റഹ്യാൻ, സലീം കൊച്ചി എന്നിവർ പ്രസംഗിച്ചു. വിമുക്ത ദിനമായി ആചരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രതികൂല സാഹചര്യത്തിലും ഒട്ടനവധി പരിപാടികളാണ് രാവിലെ തുടങ്ങി നമ്മൾ നടത്തി വരുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് നമ്മൾ കൊച്ചിക്കാരെന്ന ഇവർ നടത്തുന്ന ഈ പരിപാടി, ഈ ഗ്രൂപ്പിൻ്റെ പരിപാടി നമുക്കറിയാം. നമ്മൾ കൊച്ചിക്കാർ ഒരുപാട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതിലേറ്റവും കൂടുതൽ അവർ ഒരു ക്യാമ്പയിനായി എടുക്കുന്നത് ലഹരിക്കെതിരെ എന്നൊരു പ്രഖ്യാപനം കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.